വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നമ്മുടെ NMMS എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഡേറ്റും വന്നിട്ടുണ്ട്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മിസ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഓരോ ചോദ്യങ്ങളും മിസ്സിനോട് ചെയ്തു നോക്കുക. എന്നിട്ട് ശരിയായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. രണ്ടാമത്തത്, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആർ സെയിം, അതായത് ആർ ഈക്വൽ. 1 and 2 ആർ ട്രൂ. 1ഉം 2ഉം ശരി. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ ഫ്രിക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സോ നമുക്ക് ഏറ്റവും ആദ്യം അറിയണം എന്താണ് ഘർഷണ ബലം അല്ലെങ്കിൽ എന്താണ് ഫ്രിക്ഷൻ. നമുക്കൊരു ഉദാഹരണം എടുക്കാം അല്ലെ. നമ്മളിപ്പോൾ ഒരു സർഫസിലൂടെ അല്ലെങ്കിൽ ഒരു പ്രതലത്തിലൂടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയം അവരുടെ ആ ഒരു മൂവ്മെന്റിന് ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആ രണ്ട് സർഫസുകൾക്കിടയിൽ ഉണ്ടാവുന്ന പാരലൽ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഘർഷണ ബലം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്രിക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് കുറയുക എന്നാണ് അർത്ഥം. ഇതാണ് ഫ്രിക്ഷൻ എന്നൊരു ഐഡിയ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷനും, ഒന്ന് റോളിംഗ് ഫ്രിക്ഷനും ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷനും. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരങ്ങൽ ഘർഷണം. ഒരു സർഫസിലൂടെ നമ്മളൊരു മറ്റൊരു ഒബ്ജക്റ്റ് നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു മൂവ്മെന്റിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന പാരലൽ ഫോഴ്സ് ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എന്തായിരിക്കും? ഒരു പ്രതലത്തിലൂടെ നമ്മളൊരു വസ്തു റോൾ ചെയ്ത് അല്ലെങ്കിൽ ഉരുട്ടിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ മൂവ്മെന്റിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ഫ്രിക്ഷൻ ആയിരിക്കും നമ്മുടെ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഫ്രിക്ഷൻ കൂടുവാണെങ്കിൽ മൂവ്മെന്റ് കുറവായിരിക്കും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വസ്തുവിനെ നമ്മൾ റോൾ ചെയ്യുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെ സ്ലൈഡ് ചെയ്യുമ്പോഴായിരിക്കുമോ നല്ല രീതിയിൽ അതിനൊരു മൂവ്മെന്റ് സംഭവിക്കുന്നത്? എപ്പോഴായിരിക്കും? ആ റോൾ ചെയ്യുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു വസ്തു ഇങ്ങനെ വലിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെയിറ്റ് വലിച്ചുകൊണ്ട് വരുന്നതിന് പകരം നമ്മൾ ചക്രങ്ങൾ യൂസ് ചെയ്യുന്നത്. കാരണം റോൾ ചെയ്യുമ്പോൾ അതിന് ഈസി ആയിട്ട് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷന്റെ ബേസിൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? റോൾ ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കുറവായിരിക്കും. കാരണം അതുകൊണ്ടായിരിക്കും അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത്. സോ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. അപ്പം തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ. ഓപ്ഷൻ എ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അത് ഓർത്തിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി? നമ്മുടെ ചുറ്റും ധാരാളം എനർജി ഫോംസ് ഉണ്ടല്ലേ. ഇപ്പൊ ലൈറ്റ് എനർജി, അതുപോലെ തന്നെ ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ വിവിധ എനർജി ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജീനെ നമുക്ക് നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ വൺ ഫോം ടു അനദർ. ഒരു ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഒരു ബൾബ് എടുക്കാം. ബൾബിൽ എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടും ഹീറ്റ് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ചോദ്യത്തിൽ എന്താണ്? കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്, കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് മോട്ടർ, ഹീറ്റർ, ഫാന്, മിക്സി. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാത്തത്? അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം മിസ് നോക്കിയിരിക്കും. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. അല്ലാത്തത് ഏത്? അതാണ് നമ്മുടെ ചോദ്യം. കൺവേർട്ട് ചെയ്യാത്തത് ഏത്? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ ചൂസ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ ഇവിടെ റെഡിയാണ്. സോ അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.